നമ്മുടെ കയ്യിൽ പണമോ വിലപിടിപ്പുള്ള മറ്റെന്തെങ്കിലുമോ ഇല്ലെന്ന് വയ്ക്കുക. എന്നാലും നമുക്ക് മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സമ്മാനമുണ്ട്. എന്താണെന്നറിയുമോ? അത് നമ്മുടെ സ്വന്തം സന്തോഷമാണ്. അപ്പോൾ പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യജിയുടെ ഹസത് ഖേല ജീവൻ ജഗ എന്ന പുസ്തകത്തിലെ ചില അടിപൊളി ആശയങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. എങ്ങനെ എപ്പോഴും ചിരിച്ചും പുഞ്ചിരിച്ചും ജീവിക്കാമെന്ന് നമുക്ക് ഒരുമിച്ച് നോക്കാം. അപ്പോൾ ഈയൊരു യാത്രയിൽ നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, ആദ്യം തന്നെ എന്താണ് ഈ പറയുന്ന ഏറ്റവും വലിയ സമ്മാനമെന്ന് നോക്കും. പിന്നെ സമ്പത്തും സന്തോഷവും തമ്മിൽ ശരിക്കും എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നമ്മളൊന്ന് പരിശോധിക്കും. അത് കഴിഞ്ഞ് നമ്മുടെ കാഴ്ചപ്പാടിൻ്റെ ശക്തിയെക്കുറിച്ചും വലിയ പ്രതിസന്ധികളെ ചിരിച്ചുകൊണ്ട് നേരിട്ട ചില ജ്ഞാനികളുടെ കഥകളും നമ്മൾ കേൾക്കും. അവസാനം നമുക്കെങ്ങനെ സന്തോഷത്തിൻ്റെ ഒരു ഉറവിടമായി മാറാം, സന്തോഷത്തെ എങ്ങനെ നമ്മുടെ ഒരു ശീലമാക്കി മാറ്റാം എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ പോയിന്റിലേക്ക് വരാം. ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നാറില്ലേ, മറ്റൊരാൾക്ക് കൊടുക്കാൻ എൻ്റെ കയ്യിലൊന്നുമില്ലല്ലോന്ന്? അങ്ങനെ തോന്നുമ്പോൾ ഒരു കാര്യം ഓർക്കണം. നിങ്ങൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ, ഏറ്റവും വിലപിടിപ്പുള്ള സമ്മാനം നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. അതായത്, നിങ്ങൾ സന്തോഷവാനാണെങ്കിൽ ആ സന്തോഷം മറ്റുള്ളവർക്കും കൊടുക്കാൻ കഴിയും. ഒരു കത്തിച്ചുവെച്ച മെഴുകുതിരിക്ക് ഒരുപാട് മെഴുകുതിരികളെ കത്തിക്കാൻ പറ്റുന്നതുപോലെ നമ്മുടെ ഉള്ളിലെ ആ സന്തോഷം നമുക്ക് ചുറ്റുമുള്ളവരിലേക്കും പടർന്നു പിടിക്കും. ഇത് നമുക്കൊരു സംതൃപ്തി തരും. അതുമാത്രമല്ല, നമ്മൾ എവിടെ പോയാലും അവിടെ ഒരു പോസിറ്റീവ് എനർജി നിറയ്ക്കാനും ഇതിന് കഴിയും. ശരി, സന്തോഷം നമ്മുടെ ഉള്ളിലാണെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ഒരു സംശയം തോന്നുന്നില്ലേ? പിന്നെ എന്തിനാണ് നമ്മളെപ്പോഴും പണവും സൗകര്യങ്ങളുമൊക്കെ സന്തോഷവുമായിട്ട് കൂട്ടിക്കെട്ടുന്നത്? ഇതൊരു വലിയ തെറ്റിദ്ധാരണയാണ്, അല്ലേ? നമുക്ക് അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാം. ഒന്ന് ആലോചിച്ചു നോക്കിയേ. പണവും എല്ലാ സുഖസൗകര്യങ്ങളുമുള്ള ആൾക്കാർ മാത്രമാണോ ഈ ലോകത്ത് സന്തോഷത്തോടെ ജീവിക്കുന്നത്? നമ്മുടെ പുറമേയുള്ള സാഹചര്യങ്ങളും ഉള്ളിലെ സന്തോഷവും തമ്മിൽ ശരിക്കും എന്താണ് ബന്ധം? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ചിലപ്പോൾ ഒരുപാട് പണമുള്ളവരുടെ മുഖത്ത് എപ്പോഴും ഒരു ടെൻഷനും ദേഷ്യവും ഒക്കെ ആയിരിക്കും. എന്നാൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾക്കിടയിലും ദാരിദ്ര്യത്തിലും ജീവിക്കുന്ന സാധാരണക്കാർ എത്ര ആത്മാർത്ഥമായിട്ടാണ് ചിരിക്കുന്നത്. ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണല്ലേ, സന്തോഷം നമ്മുടെ കയ്യിലുള്ള പണത്തിലല്ല, നമ്മുടെ ഉള്ളിലാണ്, നമ്മുടെ മനോഭാവത്തിലാണ്. അതുകൊണ്ട് സന്തോഷമെന്ന് പറയുന്നത് പുറത്തുനിന്ന് നമുക്ക് കിട്ടുന്ന ഒന്നല്ല, അത് നമ്മൾ ഉള്ളിൽ വളർത്തിയെടുക്കേണ്ട ഒരു കഴിവാണ്. ഒരു തരം മാനസികമായ പരിശീലനത്തിലൂടെ ആർക്കും നേടിയെടുക്കാൻ കഴിയുന്ന ഒരു അവസ്ഥ. ഓക്കെ, സന്തോഷം ഒരു മാനസികാവസ്ഥയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമുക്കത് നിയന്ത്രിക്കാൻ പറ്റുക? ഉത്തരം വളരെ സിമ്പിളാണ്. നമ്മൾ എന്തിലാണ് ശ്രദ്ധ കൊടുക്കുന്നത്, അതായിരിക്കും നമ്മുടെ ലോകം. ചുരുക്കി പറഞ്ഞാൽ, നമ്മുടെ കാഴ്ചപ്പാടാണ് ഇവിടെ ഏറ്റവും പ്രധാനം. ഇതിനെ നമുക്ക് രണ്ട് വഴികളായിട്ട് കാണാം. ഒരു വഴി, നമ്മുടെ പ്രശ്നങ്ങളെയും ഇല്ലായ്മകളെയും പറ്റി മാത്രം ചിന്തിച്ച് എപ്പോഴും സങ്കടപ്പെട്ടിരിക്കുക. രണ്ടാമത്തെ വഴി, നമുക്കുള്ള നല്ല കാര്യങ്ങളെയും അനുഗ്രഹങ്ങളെയും ഓർത്തുകൊണ്ട് സന്തോഷത്തോടെ ഇരിക്കുക. ഇതിൽ ഏത് വഴി തിരഞ്ഞെടുക്കണം എന്നുള്ളത് നമ്മുടെ മാത്രം തീരുമാനമാണ്. ഈ താരതമ്യം ചെയ്യുന്നതിലാണ് പലപ്പോഴും പ്രശ്നം. നമ്മളെപ്പോഴും നമ്മളെക്കാൾ കൂടുതലുള്ളവരെ നോക്കിയാൽ എന്താ സംഭവിക്കുക? അസൂയ, നിരാശ, അതൊക്കെയായിരിക്കും ഫലം. നേരെ മറിച്ച് നമ്മളെക്കാൾ താഴെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുന്ന ആളുകളെ നോക്കിയാലോ, അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നമുക്ക് കിട്ടിയിരിക്കുന്ന സൗകര്യങ്ങൾ എത്ര വലുതാണെന്ന്. സത്യം പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ആളുകൾ കൊതിക്കുന്ന ഒരു ജീവിതമാണ് നമ്മുടേതെന്ന് തിരിച്ചറിവുണ്ടാവും. പറഞ്ഞാൽ മാത്രം പോരല്ലോ, ഈ ആശയങ്ങളൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ചില മഹാനുഭാവന്മാരുണ്ട്. അവരുടെ ചില കഥകൾ നമുക്ക് കേൾക്കാം. എത്ര വലിയ പ്രതിസന്ധി വന്നപ്പോഴും അവരതിനെ എങ്ങനെയാണ് ശാന്തമായി നേരിട്ടതെന്ന് നോക്കാം. നമുക്ക് ആദ്യം തത്വചിന്തകനായ സോക്രട്ടീസിന്റെ കഥയിലേക്ക് പോകാം. അദ്ദേഹം കുറച്ച് അതിഥികളുമായിട്ട് വളരെ ശാന്തമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് എന്തോ ദേഷ്യം വന്നു. അവരെ അതിഥികളോട് ദേഷ്യപ്പെടാനും ബഹളം വയ്ക്കാനും തുടങ്ങി. ആരും അതത്ര കാര്യമാക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ അവരുടെ ദേഷ്യം കൂടി. അവർ നേരെ പോയി ഒരു ബക്കറ്റ് അഴുക്കുവെള്ളമെടുത്ത് സോക്രാട്ടീസിന്റെയും അവിടെയുണ്ടായിരുന്ന അതിഥികളുടെയും തലവഴി ഒഴിച്ചു. ഒന്നാലോചിച്ചു നോക്കൂ ആ അവസ്ഥ. പക്ഷേ സോക്രട്ടീസ് ഒരു കൂസലുമില്ലാതെ ശാന്തനായിട്ട് പറഞ്ഞു, ഇടിമുഴങ്ങുന്ന മേഘങ്ങൾ സാധാരണ പെയ്യാറില്ലെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷേ ഇന്ന് ഈ മേഘങ്ങൾ ഇടി മുഴങ്ങുകയും ചെയ്യുന്നു, കൂടെ പെയ്യുകയും ചെയ്യുന്നു. ആ ഒരു മറുപടി കേട്ടതും അവിടെയുണ്ടായിരുന്ന പിരിമുറുക്കമൊക്കെ മാറി എല്ലാവരും ചിരിക്കാൻ തുടങ്ങി. ഇനി നമുക്ക് സന്ത് തുക്കാറാമിന്റെ ഒരു കഥ കേൾക്കാം. അദ്ദേഹത്തിന് ആരോ കുറച്ച് കരിമ്പ് കൊടുത്തു. വീട്ടിലേക്ക് വരുന്ന വഴിക്ക് അദ്ദേഹം അതൊക്കെ വഴിയരികിൽ കണ്ട കുട്ടികൾക്ക് കൊടുത്തു. വീട്ടിലെത്തിയപ്പോൾ കയ്യിൽ ഒരെണ്ണം മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ഒരൊറ്റ കരിമ്പുമായി വന്ന ഭർത്താവിനെ കണ്ടപ്പോൾ ഭാര്യയ്ക്ക് ദേഷ്യം സഹിക്കാൻ പറ്റിയില്ല. അവരെ ആ കരിമ്പ് വാങ്ങി ദേഷ്യത്തിൽ അദ്ദേഹത്തിന്റെ മുതുകത്ത് ഒരടി കൊടുത്തു. ആ കരിമ്പ് രണ്ടായി ഒടിഞ്ഞുപോയി. വേദനിച്ചെങ്കിലും തുക്കാറാം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആഹാ, കൊള്ളാലോ, നീ ഇത് രണ്ടായി മുറിച്ചല്ലോ.
ഇനിയിപ്പോൾ ഒന്ന് നിനക്കെടുക്കാം ഒന്ന് എനിക്കും. ആ സ്നേഹം നിറഞ്ഞ മറുപടി കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ദേഷ്യമൊക്കെ എവിടെയോ പോയി. അപ്പോൾ ഈ കഥകളിൽ നിന്നൊക്കെ നമുക്കെന്ത് മനസ്സിലാക്കാം? നമ്മുടെ ഉള്ളിൽ ഈ ശാന്തതയും സന്തോഷവും വളർത്തിയെടുക്കാൻ കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഒരു ആകർഷണ കേന്ദ്രമായി മാറും. മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുന്ന ഒരു ഉറവിടമായി നമുക്ക് മാറാൻ പറ്റും. ഒന്ന് നോക്കൂ, സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരാളുടെ അടുത്തേക്ക് എല്ലാവർക്കും പോകാൻ ഇഷ്ടമായിരിക്കും. ഒരു ചന്ദനം സുഗന്ധം പരത്തുന്നതുപോലെ, ഒരു പൂവ് തേനീച്ചകളെ ആകർഷിക്കുന്നതുപോലെ സന്തോഷമുള്ള ഒരാളിലേക്ക് ആളുകൾ ആകർഷിക്കപ്പെടും. അവർക്കൊരിക്കലും നല്ല സുഹൃത്തുക്കൾക്കൊരു കുറവുമുണ്ടാകില്ല. കാരണം എല്ലാവർക്കും വേണ്ടത് ആ സന്തോഷവും ചിരിയുമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ചിരിക്കുക എന്നത് ഒരു ദൈവികമായ ഗുണമാണെന്ന്. എത്ര വലിയ സമ്പത്തുണ്ടായിട്ടും കാര്യമില്ല, ഈയൊരു കഴിവ് അതിനേക്കാളൊക്കെ എത്രയോ വലുതാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും തോന്നാം, ഈ സന്തോഷമൊക്കെ ചില ഭാഗ്യവാന്മാർക്ക് മാത്രം കിട്ടുന്ന ഒന്നാണെന്ന്. എന്നാൽ അതല്ല സത്യം. നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: സന്തോഷം ഒരു തിരഞ്ഞെടുപ്പാണ്, അതൊരു ശീലമാണ്. നമുക്കത് പരിശീലനത്തിലൂടെ നമ്മുടെ സ്വഭാവത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ കഴിയും. അപ്പോൾ എങ്ങനെയാണ് സന്തോഷം ഒരു ശീലമാക്കുന്നത്? അതിനായിട്ട് 4 കാര്യങ്ങൾ നമുക്ക് പരിശീലിക്കാം. 1. എന്ത് സംഭവിച്ചാലും അതിലെ നല്ല വശം കാണാൻ ശ്രമിക്കുക. 2. നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളിൽ ശ്രദ്ധ കൊടുക്കുക, അല്ലാതെ ഇല്ലാത്ത കാര്യങ്ങളിലല്ല. 3. എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കുന്നത് ഒരു ശീലമാക്കുക. 4ാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതും, മനഃപൂർവ്വം പുഞ്ചിരിക്കാനും ചിരിക്കാനും തീരുമാനിക്കുക. അത് നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമാക്കുക. അതുകൊണ്ട് എപ്പോഴും ചിരിച്ചുകൊണ്ട് ജീവിക്കാൻ പഠിക്കുന്നത് നമുക്കുവേണ്ടി മാത്രമല്ല, മറ്റുള്ളവർക്കു വേണ്ടിയും കൂടിയാണ്. അതൊരു സ്വാർത്ഥതയല്ല, സത്യത്തിൽ അതൊരു കലയാണ്. ഒരു യഥാർത്ഥ കലാകാരന്റെ വിജയമാണ് നമ്മൾ അതിലൂടെ നേടുന്നത്. അപ്പോ ഇതിൽ നിന്നുള്ള ഗുണപാഠം ഇതാണ്: നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളെ എപ്പോഴും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ലായിരിക്കാം, പക്ഷേ അതിനോടുള്ള നമ്മുടെ പ്രതികരണത്തെ നിയന്ത്രിക്കാൻ നമുക്കെപ്പോഴും കഴിയും. യഥാർത്ഥ സന്തോഷമെന്നു പറയുന്നത് എവിടെ നിന്നെങ്കിലും കണ്ടെത്തുന്ന ഒന്നല്ല, അത് നമ്മൾ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ സൃഷ്ടിച്ചെടുക്കുന്നതാണ്.